കേസായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നതാണ്, ഇതിനു മുമ്പുണ്ടായ പല കേസുകളിലും രഞ്ജിത്തിന് വലിയ തിരിച്ചടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. ഇതിനു മുമ്പുണ്ടായ 2 കേസുകളും കോടതി വഴി ക്വാഷ് ചെയ്ത് പോകുന്ന ഘട്ടം വരെ എത്തിയതാണ്. അത്തരം ഒരു നടപടിയിലാണ് നിലവിൽ നിൽക്കുന്നത്. 2 കേസുകളും നിലവിൽ നിലനിൽക്കുന്നതല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. അദ്ദേഹം എവിടെയുണ്ട് എന്ന് പോലീസിനെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരെ പോവുകയും ചെയ്തിരുന്നു. അത്തരം ഒരു സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല. ഇദ്ദേഹം ഒളിവിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൃത്യമായിട്ട് പോലീസ് നടത്തിയിരുന്നു. ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കൃത്യമായിട്ടും രഹസ്യമായി തന്നെ വെച്ചിരുന്നു. പുറത്തേക്ക് അറിയാൻ പറ്റാത്ത വിധത്തിൽ തന്നെ കൃത്യമായിട്ട് രഹസ്യമായി തന്നെ അദ്ദേഹം പോലീസ് സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല ഓരോ നീക്കങ്ങളും ചടുലമായിരുന്നു. 28-ാം തീയതി പരാതി ലഭിച്ചു. ഇന്നലെ ഇപ്പോൾ അതിൽ കേസെടുത്തിരിക്കുന്നു. ഇന്നതിൽ കൃത്യമായിട്ടും നടപടിയിലേക്ക് പോയിരിക്കുന്നു. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇദ്ദേഹത്തിന് ഒളിവിൽ പോകാനുള്ള, അല്ലെങ്കിൽ ഈ രഞ്ജിത്തിന് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ ഒരു കാരണവശാലും പോലീസിന് സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഇടത് സഹയാത്രികനാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുകയോ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് ഫേവർ ആവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരികയോ ചെയ്തു എന്നൊരു പ്രചരണം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകുമെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുക, ഒരു കാലതാമസവും വെക്കേണ്ടതില്ല. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തുടർ നടപടിയിലേക്ക് നീങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകിയിരുന്നു. രഞ്ജിത്ത് പോകാൻ ഇടയുള്ള സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി തൊടുപുഴ പോലീസിനോട് ജാഗ്രത പാലിക്കണമെന്നും തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറിയ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് നിന്ന് ബോബി കുര്യൻ എന്ന സിനിമാ താരത്തിന്റെ വാഹനത്തിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുട്ടത്ത് വെച്ച് ഈ രഞ്ജിത്തിനെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. ഫോർമലി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതൊരു സാങ്കേതിക നടപടിയുടെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ കൊച്ചിയിൽ നിന്ന് വന്നേക്കുന്ന പ്രത്യേക സംഘം അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് തന്നെ ഉടൻ കൊണ്ടുപോവുകയും ചെയ്യും. ഇന്നിപ്പോൾ എന്തായാലും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.